ശരി, ഇപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് പി ആൻഡ് ക്യൂ ആണ്. പി ആൻഡ് ക്യൂ. പി ആൻഡ് ക്യൂവും ക്യൂ ആൻഡ് പിയും സെയിം ആയിരിക്കും. പി ആൻഡ് ക്യൂ ആൻഡ് പിയും സെയിം ആണ്. അത് പിന്നെ നിങ്ങൾക്ക് അറിയാം. അതായത് വിവേക് സ്മാർട്ട് ആൻഡ് ഹാൻസം എന്ന് പറയുന്നതും വിവേക് ഹാൻസം ആൻഡ് സ്മാർട്ട് എന്ന് പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്. അത് വ്യത്യാസമൊന്നും ഇല്ല. ലോജിക്കലി ഈക്വലന്റ് ആണെന്ന് നമ്മൾ പറയും. രണ്ടുപേരും ലോജിക്കലി ഈക്വലന്റ് ആണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. അതായത് നമ്മുടെ കൺജൻഷൻ സ്റ്റേറ്റ്മെന്റ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പി ആൻഡ് ക്യൂവും ക്യൂ ആൻഡ് പിയും സെയിം ആണ്. അതിനൊരു എക്സാമ്പിൾ തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ വ്യക്തമായിരിക്കും. സിമിലർലി നമ്മുടെ ഡിസ്ജൻഷൻ സ്റ്റേറ്റ്മെന്റ് പി ഓർ ക്യൂവും ക്യൂ ഓർ പിയും സെയിം ആയിരിക്കും. പി ഓർ ക്യൂവും ക്യൂ ഓർ പിയും സെയിം ആയിരിക്കും. അതായത് വിവേക് സ്മാർട്ട് ഓർ ഹാൻസം എന്ന് പറയുന്നതും വിവേക് ഹാൻസം ഓർ സ്മാർട്ട് എന്ന് പറയുന്നതും രണ്ടും സെയിം ആയ കാര്യമാണ്. ഓക്കെ. ഇനി അതേപോലെ 2s മീൻസ് നമ്പർ ഇന്റീജർ ഈവൻ ഓർ ഓഡ് എന്ന് പറയുന്നതും നമ്പർ ഓഡ് ഓർ ഈവൻ എന്ന് പറയുന്നതും സെയിം കാര്യമാണ്. അതുകൊണ്ട് ഓർ സ്റ്റേറ്റ്മെന്റും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യും. അവരെ രണ്ടുപേരെയും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. യാതൊരുവിധ തെറ്റുമില്ല. ബോത്ത് ആർ ലോജിക്കലി ഈക്വലന്റ്. നൗ കംസ് അവർ ഇംപ്ലിക്കേഷൻ. പി ഇംപ്ലൈ ക്യൂ, പക്ഷേ പി ഇംപ്ലൈ ക്യൂ പക്ഷേ ക്യൂ ഇംപ്ലൈ പിക്ക് ഈക്വൽ ആകില്ല. പി ഇംപ്ലൈ ക്യൂവും ക്യൂ ഇംപ്ലൈ പിയും ഈക്വൽ അല്ല. പി ഇംപ്ലൈ ക്യൂവും ക്യൂ ഇംപ്ലൈ പിയും ഈക്വൽ അല്ല. അത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഒന്നും ഹോൾഡ് ചെയ്യാനൊന്നും പോകുന്നില്ല. അപ്പോ ഞാൻ അതിന്റെ കാര്യം കാണിച്ചേ. അതായത് പിയുടെയും ക്യൂവിന്റെയും പി ഇംപ്ലൈ ക്യൂവിന്റെയും ഒക്കെ ട്രൂത്ത് ടേബിൾ ഞാൻ വരയ്ക്കാൻ പാടാം. പി ഇംപ്ലൈ ക്യൂവിന്റെ ട്രൂത്ത് ടേബിൾ. രണ്ടുപേരും ട്രൂ. ആദ്യത്തെ ആൾ ട്രൂ, രണ്ടാമത്തെ ആൾ ഫാൾസ്. ആദ്യത്തെ ആൾ ഫാൾസ്, രണ്ടാമത്തെ ആൾ ട്രൂ, രണ്ടുപേര് ഫാൾസ്. എപ്പോഴും നമ്മൾ ഈ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. പെട്ടെന്ന് തിരിച്ചറിയാനൊക്കെ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ഓർഡർ തന്നെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത്. പി ഇംപ്ലൈ ക്യൂ നിങ്ങൾക്കറിയാം. ട്രൂ ഇംപ്ലൈ ട്രൂ ഇസ് ട്രൂ, ട്രൂ ഇംപ്ലൈസ് ഫാൾസ് ഇസ് ഫാൾസ്, ആൻഡ് ഫാൾസ് ഇംപ്ലൈ എനിത്തിങ് ഇസ് ട്രൂ ഇസ് false implies anything is going to be true. Done. ഇതാണ് പി ഇംപ്ലൈ ക്യൂവിന്റെ ട്രൂത്ത് ടേബിൾ. ഇനി സിമിലർലി ഞാൻ ക്യൂ ഇംപ്ലൈ പിയുടെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാം. ക്യൂ ഇംപ്ലൈ പി നോക്കണം. ആൻഡസെന്റും കോൺസിക്വന്റും അവരവരുടെ സ്ഥാനങ്ങൾ വെച്ച് മാറിക്കഴിഞ്ഞു. ഇനി മുതൽ ആൻഡസെന്റ് ക്യൂ ആണ്, കോൺസിക്വന്റ് പി ആണ്. നോക്കുക. ട്രൂ ഇംപ്ലൈ ഇവിടെ നിന്ന് ക്യൂവിൽ നിന്ന് പിയിലേക്കാണ് നോക്കണം. ട്രൂ ഇംപ്ലൈ ട്രൂ ആണ്. ഫാൾസ് ഇംപ്ലൈ കുഴപ്പമില്ല. ഫാൾസ് എന്ത് ഇംപ്ലൈ ചെയ്താലും അത് ട്രൂ ആവുകയാണ്. ട്രൂ ഇംപ്ലൈ ഫാൾസ് അത് നമുക്ക് പറ്റില്ല. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ഫാൾസ്. ഫാൾസ് ഇംപ്ലൈ ഫാൾസ്. ഓക്കെ, ഇറ്റ് ഈസ് ട്രൂ. നോക്കുക. ഇനി പി ഇംപ്ലൈ ക്യൂ ഇംപ്ലൈ നോക്കുക. പി ഇംപ്ലൈ ക്യൂ ട്രൂ ഫാൾസ് ട്രൂ. ഇവിടെ എന്താണ്? ട്രൂ ഫാൾസ് ട്രൂ. രണ്ടും സെയിം അല്ല. രണ്ടിനും സെയിം ട്രൂത്ത് ടേബിൾ അല്ല വന്നിരിക്കുന്നത്. രണ്ടും ഒരേ സമയം ഒരേ വാല്യൂ ഒന്നും തരില്ല. ചിലപ്പോഴൊക്കെ പി ഇംപ്ലൈ ഫാൾസ് ആകുമ്പോ ക്യൂ ഇംപ്ലൈ പി ട്രൂ ആകുന്നു. അതുപോലെ ചിലപ്പോഴൊക്കെ പി ഇംപ്ലൈ ക്യൂ ട്രൂ ആകുമ്പോ ക്യൂ ഇംപ്ലൈ പി ഫാൾസ് ആകുന്നു. ഡൺ. അപ്പോ രണ്ടുപേരും ഈക്വൽ അല്ല. ഓക്കെ. ഈ ക്യൂ ഇംപ്ലൈ പിനെ നമ്മൾ വിളിക്കുന്നത് കോൺവേഴ്സ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. പി ഇംപ്ലൈ ക്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേര്, ഇറ്റ് ഇസ് കോൾഡ് ദ കോൺവേഴ്സ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ പർട്ടിക്കുലർ ഇംപ്ലിക്കേഷൻ. പി ഇംപ്ലൈ ക്യൂവും ക്യൂ ഇംപ്ലൈ പിയും സെയിം അല്ല. അതായത് നമുക്ക് ഒരിക്കലും ഇഫ് കണ്ടീഷനെ നമുക്ക് തിരിച്ചു പറയാൻ കഴിയില്ല. ഇഫ് എ ഫംഗ്ഷൻ ഇസ് ഡിഫറൻഷ്യബിൾ ദെൻ ഇറ്റ് ഇസ് കണ്ടിന്യൂസ്. സമ്മതിച്ചു. പക്ഷെ തിരിച്ച് ഇഫ് എ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് ഇറ്റ് ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നും പറഞ്ഞ് അത് ഡിഫറൻഷ്യബിൾ ആകണമെന്നില്ല. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെന്ന് പറഞ്ഞ് അയാള്
ഡിഫറൻഷ്യബിൾ ആകണം എന്നില്ല. അത് ശ്രദ്ധിക്കുക. അതാണ് കാര്യം. കോൺവേഴ്സ് സ്റ്റേറ്റ്മെന്റും നിങ്ങളുടെ ഇംപ്ലിക്കേഷനും സെയിം അല്ല. കോൺവേഴ്സ് സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ ഇംപ്ലിക്കേഷനും സെയിം അല്ല. നൗ ഞാൻ വേറൊരു സ്റ്റേറ്റ്മെന്റ് നോക്കാം. നെഗേഷൻ പി negation Q imply negation negation Q imply negation P. Negation Q imply negation P. Negation Q imply negation P ആണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. negation Q imply negation P ആണ് ഞാൻ ഇനി അടുത്ത് കണ്ടുപിടിക്കാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റ്. ശരി, അപ്പൊ ഞാനത് ഇവിടെ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ പിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് പി ട്രൂ ആകുമ്പോൾ നെഗേഷൻ പി ഫോൾസ് ആകണം, പി ഫോൾസ് ആകുമ്പോൾ നെഗേഷൻ പി ട്രൂ ആകണം. അപ്പൊ ഇവിടെ പി ട്രൂ ആണ്, അതുകൊണ്ട് ഇയാൾ ഫോൾസ് ആണ്. ഇവിടെ പി ട്രൂ ആണ്, അതുകൊണ്ട് ഇയാൾ ഫോൾസ് ആണ്. ഇവിടെ പി ഫോൾസ്, പിന്നെയും ഫോൾസ്, അതുകൊണ്ട് ട്രൂ, ഫോളോഡ് ബൈ നെഗേഷൻ ക്യൂ. ട്രൂ ആണ്, ക്യൂ ട്രൂ ആണ്, അതുകൊണ്ട് ഇയാൾ ഫോൾസ് ആണ്. ക്യൂ ഫോൾസ് ആണ്, അതുകൊണ്ട് ഇയാൾ ട്രൂ ആണ്. ക്യൂ ട്രൂ ആണ്, അതുകൊണ്ട് ഇയാൾ ഫോൾസ് ആണ്. ഇവിടെ ഫോൾസ് ആണ്, അതുകൊണ്ട് ഇയാൾ ട്രൂ ആണ്. നൗ ദ ഫൈനൽ പാർട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നെഗേഷൻ ക്യൂ ഇംപ്ലൈ നെഗേഷൻ പി. False imply false is true. True imply false is false. False implies true is true. True implies true is true. കഴിഞ്ഞു. ട്രൂത്ത് ടേബിൾ ഓഫ് നെഗേഷൻ ക്യൂ ഇംപ്ലൈ നെഗേഷൻ പി കഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കുക കേട്ടോ. പി ഇംപ്ലൈ ക്യൂവിന്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. പി ഇംപ്ലൈ ക്യൂ ട്രൂ ഫോൾസ് ട്രൂ ട്രൂ. ഇനി നെഗേഷൻ ക്യൂ ഇംപ്ലൈ നെഗേഷൻ പിയുടെ ട്രൂത്ത് ടേബിൾ നോക്കാം. ട്രൂ ഫോൾസ് ട്രൂ ട്രൂ. എവിടെയും ട്രൂ ഫോൾസ് ട്രൂ ട്രൂ, ഇവിടെയും ട്രൂ ഫോൾസ് ട്രൂ ട്രൂ. ശ്രദ്ധിക്കുക. ഇവിടെയും ട്രൂ ഫോൾസ് ട്രൂ ട്രൂ, ഇവിടെയും ട്രൂ ഫോൾസ് ട്രൂ ട്രൂ, ഇവിടെയും ട്രൂ ഫോൾസ് ട്രൂ ട്രൂ. ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടോ? ഓക്കെ, ശരി. അപ്പോ ഇതാണ് ഇവിടെ സംഭവിച്ചത്. അതായത് പി ഇംപ്ലൈ ക്യൂവും ക്യൂ ഇംപ്ലൈ നെഗേഷൻ ക്യൂ ഇംപ്ലൈ നെഗേഷൻ പി സെയിം ആണ്, ലോജിക്കലി ഈക്വലന്റ് ആണ്. പി ഇംപ്ലൈ ക്യൂവും നെഗേഷൻ ക്യൂ ഇംപ്ലൈ നെഗേഷൻ പിയും സെയിം കാര്യമാണ്. ദേ ആർ ലോജിക്കലി ഈക്വലന്റ്. എനിക്ക് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇതാണ്. ഈ ഒരു കാര്യമാണ്. നെഗേഷൻ പി ഇംപ്ലൈ നെഗേഷൻ ക്യൂ നെഗേഷൻ ക്യൂ ഇംപ്ലൈ നെഗേഷൻ പിയും പി ഇംപ്ലൈ ക്യൂവും സെയിം ആളാണ്. ഇതാണ് എനിക്ക് ഇവിടെ നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിക്കാനുള്ള കാര്യം. ഓക്കെ, ഓക്കെ, ശരി, പോട്ടെ. അപ്പൊ രണ്ടുപേരും സെയിം കാര്യമാണ്. അതാണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. ഡൺ. അപ്പോ ഈ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേര് കോൺട്രാപോസിറ്റീവ് എന്നാണ് വിളിക്കുന്നത്. ദിസ് ഇസ് കോൾഡ് കോൺട്രാപോസിറ്റീവ് ഓഫ് ആൻ ഇംപ്ലിക്കേഷൻ. അതായത് ഒരു ഇംപ്ലിക്കേഷനും അതിന്റെ കോൺട്രാപോസിറ്റീവും ലോജിക്കലി ഈക്വലന്റ് ആണ്. അതായത് ഇഫ് n is an integer, 2 into n is even. ഞാൻ എഴുതാം. ഇഫ് n is an integer, then 2n is even. n ഒരു ഇന്റിജർ ആണെങ്കിൽ 2n എന്ന് പറയുന്നത് ഈവൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. അറിയാലോ. അപ്പൊ ഇതിന്റെ ആൻഡസെന്റ് നിങ്ങൾക്ക് കാണാം. n is an integer, കോൺസിക്വന്റ് എന്താണ്? 2n is even. ശ്രദ്ധിക്കുമല്ലോ. ശരി, പി ഇംപ്ലൈ ക്യൂ. എനിക്ക് വേണ്ടത് നെഗേഷൻ ക്യൂ. അതായത് എന്തിന്റെ? നിങ്ങളുടെ കോൺസിക്വന്റിന്റെ നെഗേഷൻ. എനിക്ക് വേണ്ടത് നിങ്ങളുടെ കോൺസിക്വന്റിന്റെ നെഗേഷൻ.
ഇവിടുത്തെ കോൺസിക്വന്റ് 2n ഈവൻ ആണ്. അപ്പൊ കോൺസിക്വന്റിന്റെ നെഗേഷൻ പറയാമോ? 2n is odd. 2n is odd, അല്ലെങ്കിൽ 2n is not even എന്നോ 2n is odd എന്നോ നമുക്ക് പറയാം. അപ്പൊ if 2n is odd, 2n is odd, then അടുത്ത് പറയൂ എന്താണ് നിങ്ങളുടെ കോൺസിക്വന്റിന്റെ നിങ്ങളുടെ നേരത്തെ എന്താണ് ഇതിന്റെ ആൻഡസെന്റിന്റെ നെഗേഷൻ ആണ് എനിക്ക് വേണ്ടത്. ആൻഡസെന്റിന്റെ നെഗേഷൻ പറയൂ. If n is not an integer. Then n is not an integer. n is not an integer. അതായത് ഇത് നമ്മുടെ ഇംപ്ലിക്കേഷൻ, അതിന്റെ കോൺട്രാപോസിറ്റീവ് ആർഗ്യുമെന്റ് ആണ് ഞാൻ എഴുതിയത്. കോൺസിക്വന്റിന്റെ നെഗേഷൻ ഫോളോഡ് ബൈ നിങ്ങളുടെ ആൻഡസെന്റിന്റെ നെഗേഷൻ, അതാണ് ഞാൻ എഴുതിയത്. ഇനി അതൊന്ന് വായിച്ചു നോക്കൂ. ഇഫ് 2n is odd, then n is not an integer. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ ഒരിക്കലും n എന്ന് പറയുന്നത് ഒരു ഇന്റിജർ ആകത്തില്ല. ശരിയാണോ? ട്രൂ ആണ്. ട്രൂ ആണ്. നിങ്ങൾക്ക് തന്നെ അത് വ്യക്തമാവുന്ന കാര്യമാണ്. 2n എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ ഒരിക്കലും n ഇന്റിജർ ആകാൻ പോകുന്നില്ല. n ഇന്റിജർ ആണെങ്കിൽ എന്നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഉറപ്പായിട്ട് ഈവൻ ആയി. ഡൺ. ഇതാണ് കോൺട്രാപോസിറ്റീവ് ആർഗ്യുമെന്റ്. ബട്ട് ഫോർ എ സർപ്രൈസ്, ഈ എഴുതിയിരിക്കുന്ന രണ്ടുപേരും മീൻ ചെയ്യുന്നത് ഒരേ കാര്യമാണ്. എന്നാണ് ഇപ്പൊ പറയുന്നത്. നിങ്ങൾക്ക് കാണുമ്പോഴോ വായിക്കുമ്പോഴോ സെയിം ആയിട്ട് തോന്നില്ല, പക്ഷെ ഇവർ രണ്ടുപേരും ഉദ്ദേശിക്കുന്നത് സെയിം കാര്യമാണ്. n is an integer, then 2n is even. അത് തന്നെയാണ് താഴെ ഉദ്ദേശിക്കുന്നത്. If 2n is odd, then n is not an integer. Done. ഇനി വേറൊരു സ്റ്റേറ്റ്മെന്റിന്റെ കോൺട്രാപോസിറ്റീവ് ചെയ്താ അത് നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. If f of x is differentiable, then it is continuous. കോൺട്രാപോസിറ്റീവ് ആർഗ്യുമെന്റ് പറയാമോ? കോൺട്രാപോസിറ്റീവ് ആർഗ്യുമെന്റ്, അതായത് നിങ്ങളുടെ കോൺസിക്വന്റിന്റെ നെഗേഷൻ പറയണം. ആര്യക്ക് പറയാമോ? If it is not continuous, then f of x is... ശരി. ഇറ്റ് ഇസ് നോട്ട് അല്ല കേട്ടോ, നമ്മൾ അർത്ഥം പറയണേ. ഇറ്റിനെ പറ്റിയല്ല പറയുന്നത്, നമ്മൾ പറയുന്നത് ഫംഗ്ഷനെ പറ്റിയിട്ടാണ്. എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത്തിരി ബുദ്ധി ഉപയോഗിച്ചാണ് മുന്നോട്ട് പോകാൻ. അതായത് ഇഫ് എഫ് ഓഫ് എക്സ്, ആ ഇറ്റ് എന്ന് പറയുന്നത് ഫംഗ്ഷനാണ്. ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് നോട്ട് കണ്ടിന്യൂസ്, അഥവാ ഡിസ്കണ്ടിന്യൂസ്, then it is അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ, അങ്ങനെ വേണം പറയാൻ കേട്ടോ. അതായത് ഇറ്റ് എന്ന് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്ന ഫംഗ്ഷനാണ്. ഇവിടെ ആദ്യത്തെ സെന്റൻസ് പറയണമെങ്കിൽ ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഡിഫറൻഷ്യബിൾ, then എഫ് ഓഫ് എക്സ് ഇസ് നോട്ട് കണ്ടിന്യൂസ്, അല്ലെ എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് എന്ന് എനിക്ക് പറയാമായിരുന്നു. നമ്മൾ സെന്റൻസിൽ ഒരു സാധനം വീണ്ടും റിപ്പീറ്റ് ചെയ്യില്ല. അത് ദായും അല്ലെങ്കിൽ ഇറ്റും അതൊക്കെ ഉപയോഗിച്ച്, വിയും ഒക്കെ ഉപയോഗിച്ച് അതൊക്കെ ചെയ്യാറാണ് പതിവ്. അത് നിങ്ങൾക്കറിയാം, ഇംഗ്ലീഷ് പഠിക്കുന്നവർക്കറിയാം. അപ്പൊ ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഡിഫറൻഷ്യബിൾ, then it is continuous. അതിന്റെ കോൺട്രാപോസിറ്റീവ് ആർഗ്യുമെന്റ് ആണ് ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് നോട്ട് കണ്ടിന്യൂസ്. എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ അത് ഡിഫറൻഷ്യബിൾ ആകാനും പോകുന്നില്ല. രണ്ടും മീൻ ചെയ്യുന്ന ഒരേ കാര്യമാണ്. ബോത്ത് ആർ ലോജിക്കലി ഈക്വലന്റ്. പ്രശ്നമുണ്ടോ? മനസ്സിലായോ രണ്ടുപേർക്കും? മനസ്സിലായി സർ. ഓക്കെ, ഡൺ. അപ്പോ ഇതാണ് എനിക്കിവിടെ നമ്മുടെ സെന്റൻഷ്യൽ കണക്റ്റീവ്സിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. വീണ്ടും പറയുന്നു, കൺജൻഷനും ഡിസ്ജൻഷനും നിങ്ങൾ മാറ്റി കൊടുത്താൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, രണ്ടും ഈക്വൽ ആണ്. ഇനി അതേസമയം ഇംപ്ലിക്കേഷൻ ആണ് നിങ്ങൾ മാറ്റി കൊടുക്കുന്നതെങ്കിൽ രണ്ടും ഈക്വൽ അല്ല. ഇംപ്ലിക്കേഷനെ മാറ്റി കൊടുക്കുന്നതിനെ നമ്മൾ കോൺവേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് ആൻഡസെന്റിനെയും കോൺസിക്വന്റിനെയും മാറ്റി കൊടുക്കുന്നതിനെ കോൺവേഴ്സ് എന്ന് പറയും. കോൺവേഴ്സും ഇംപ്ലിക്കേഷനും ഈക്വൽ അല്ല. പക്ഷേ വേറൊരു കാര്യം, അതായത് കോൺട്രാപോസിറ്റീവ്, നെഗേഷൻ ഓഫ് ദ കോൺസിക്വന്റ് ഇംപ്ലൈ നെഗേഷൻ ഓഫ് ദ
ആൻഡസെന്റ് എന്നുള്ള നിലയിൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ that is going to be equivalent to the implication. Done. And that is called a contrapositive argument. അതിന്റെ ട്രൂത്ത് ടേബിൾ വരച്ചും എക്സാമ്പിൾ ചെയ്ത് ഞാൻ കാണിച്ചു. Done. ഇനി എനിക്ക് വേണ്ടത് നമ്മുടെ സെന്റൻഷ്യൽ കണക്റ്റീവ്സിന്റെ നെഗേഷൻ ആണ്. സെന്റൻഷ്യൽ കണക്റ്റീവ്സിന്റെ നെഗേഷൻ ആണ്. അതായത് എനിക്ക് വേണ്ടത് നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ. നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ അതാരാണെന്ന് എനിക്ക് വേണ്ടത്. ശരി, പറയും. പി ആൻഡ് ക്യൂ എന്ന് പറയുന്ന ഒരു കാര്യം തെറ്റണമെങ്കിൽ, സംതിങ് ആൻഡ് സംതിങ് എന്ന് പറയുന്ന കാര്യം തെറ്റണമെങ്കിൽ എന്ത് സംഭവിക്കണം? നിങ്ങൾക്ക് തോന്നുന്ന കാര്യം പറഞ്ഞാൽ മതി. പി ആൻഡ് ക്യൂ തെറ്റണമെങ്കിൽ എന്ത് സംഭവിക്കണം? ആര്യക്ക് ഉത്തരം പറയാമോ? ഒന്നും തോന്നുന്നില്ലേ? ആര്യ കേൾക്കുന്നുണ്ടോ? എന്ത് തോന്നുന്നു? പി ആൻഡ് ക്യൂ. പി ആൻഡ് ക്യൂയുടെ നെഗേഷൻ ആണ് വേണ്ടത്, തെറ്റിക്കണം. ദേവികയ്ക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അറിയില്ല. ശരി, അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് വിവേക് സ്മാർട്ട് ആൻഡ് ഹാൻസം എന്നാണ് ഞാൻ പറഞ്ഞത്. വിവേക് സ്മാർട്ട് ആൻഡ് ഹാൻസം. ഞാൻ ഈ പറഞ്ഞ കാര്യം തെറ്റണമെങ്കിൽ വിവേക് സ്മാർട്ട് ആകാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് തെറ്റൂ? തെറ്റും. കാരണം ഞാൻ പറഞ്ഞ എന്താണ്? വിവേക് സ്മാർട്ടുമാണ് ഹാൻസമുമാണ്. അപ്പൊ വിവേക് സ്മാർട്ട് അല്ലാതിരുന്നാൽ ഞാൻ പറഞ്ഞ കാര്യം തെറ്റി. അവനൊരു മണ്ടനാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം തെറ്റി. സോറി, സ്മാർട്ട് അല്ല, അവൻ ഇച്ചിരി ഒതുങ്ങിയ ടൈപ്പ് ആണെങ്കിൽ എന്താണ്? അത് തെറ്റി. ഇനി വിവേക് അങ്ങനെ ഹാൻസം ഒന്നും അല്ലെങ്കിലും തെറ്റിയല്ലോ. അപ്പൊ ഈ ആൻഡ് തെറ്റാൻ ഒരേ സമയം അയാൾ സ്മാർട്ട് ആകാതിരിക്കുകയും ഹാൻസം ആകാതിരിക്കുകയും ചെയ്യണോ? പി ആൻഡ് ക്യൂ, അതായത് വിവേക് സ്മാർട്ട് ആൻഡ് ഹാൻസം എന്ന് ഞാൻ പറഞ്ഞത് തെറ്റണമെങ്കിൽ ഒരേ സമയം അയാൾ സ്മാർട്ട് ആകാതിരിക്കുകയും അല്ലെങ്കിൽ ഹാൻസം ആകാതിരിക്കുകയും ചെയ്യണമോ? ചെയ്യണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് സ്മാർട്ടും ഹാൻസമും ആണെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് അയാൾ സ്മാർട്ട് അല്ല പക്ഷെ ഹാൻസം ആണ് എന്ന് വിചാരിക്കുക. സ്മാർട്ട് അല്ല ഹാൻസം ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തെറ്റിയോ? തെറ്റും. ഇനി അയാൾ സ്മാർട്ട് ആണ് ഹാൻസം അല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തെറ്റുമോ? തെറ്റും. അതായത് ആൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റണമെങ്കിൽ ആൻഡിൽ ഉപയോഗിച്ച ഏതെങ്കിലും ഒരാളെങ്കിലും, അതായത് പി അല്ലെങ്കിൽ ക്യൂ, ഇതിലേതെങ്കിലും ഒന്നെങ്കിലും ഫോൾസ് ആയാൽ മതി, ആൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റിയിരിക്കും. പി ആൻഡ് ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റണമെങ്കിൽ, അതായത് അതിനെ നെഗേറ്റ് ചെയ്യണമെങ്കിൽ പി അല്ല എങ്കിൽ ക്യൂ തെറ്റിയാൽ മതി. പിയും ക്യൂവും തെറ്റണമെന്ന നിർബന്ധമില്ല. തെറ്റണം എന്ന നിർബന്ധമില്ല. ഒന്നുകിൽ പി അല്ലെങ്കിൽ ക്യൂ തെറ്റിയാൽ മതി, പി ആൻഡ് ക്യൂ തെറ്റിക്കോളും. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ is negation of P or negation of Q. Negation of P and Q എന്ന് പറയുന്നത് ഒന്നുകിൽ P അല്ലെങ്കിൽ Q ആരെങ്കിലും ഒരെണ്ണം തെറ്റിയാൽ മതി. P and Q തെറ്റിക്കോളും. കാരണം അവർ P and Q പറയുന്നത് എന്താണ്? പിയും സംഭവിക്കും ക്യൂവും സംഭവിക്കും എന്നാണ്. പിയും ശരിയാണ് ക്യൂവും ശരിയാണെന്ന് അവരങ്ങനെയാണ് നിർബന്ധം പിടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ നെഗേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ പി അല്ലെങ്കിൽ ക്യൂ ആരെങ്കിലും ഒരാളെ തെറ്റിച്ച് കാണിച്ചാൽ മതി. പി ആൻഡ് ക്യൂ തെറ്റിക്കോളും. ഞാൻ അതിന്റെ ട്രൂത്ത് ടേബിൾ വരച്ച് നിങ്ങൾക്ക് അത് പ്രൂവ് ചെയ്ത് തരാം. പി ക്യൂ
എപ്പോഴും ഞാൻ എഴുതുന്ന അതേ ഓർഡറിലാണ് എഴുതുന്നത്. രണ്ടും ട്രൂ, ഒരാൾ ട്രൂ, രണ്ടാമത്തെ ആൾ ഫാൾസ്, ആദ്യത്തെ ആൾ ഫാൾസ്, രണ്ടാമത്തെ ആൾ ട്രൂ, ആദ്യത്തെ ആൾ ഫാൾസ്, രണ്ടാമത്തെ ആൾ ഫാൾസ്. എപ്പോഴും എഴുതുന്ന അതേ ഓർഡർ. ഈ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രൂത്ത് ടേബിളിൽ കാര്യം കഴിയും. പിന്നെ കമ്പാരിസന്റെ ആവശ്യമൊന്നുമില്ല. പി ആൻഡ് ക്യൂ ഞാൻ വരയ്ക്കുന്നു. പി ആൻഡ് ക്യൂ നിങ്ങൾക്ക് പരിചയമുണ്ട്. അതിന്റെ ട്രൂത്ത് ടേബിള് രണ്ടുപേരും ട്രൂ ആയിരിക്കണം. ഇത് ട്രൂ ആണ്, ഇത് ഫോൾസ് ആണ്, ഇത് ഫോൾസ് ആണ്, ഇത് ഫോൾസ് ആണ്. ഇനി നെഗേറ്റ് ചെയ്യണം. നെഗേറ്റ് പി ആൻഡ് ക്യൂ, നെഗേറ്റ് പി ആൻഡ് ക്യൂ. പി ആൻഡ് ക്യൂവിനെ തെറ്റിക്കണം. നെഗേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. അതായത് എന്താണോ ട്രൂ അതിനെ ഫോൾസ് ആക്കുക, ഫോൾസ് എന്താണോ അതിനെ ട്രൂ ആക്കുക. പി ആൻഡ് ക്യൂ ആണ് കേട്ടോ. പി ആൻഡ് ക്യൂ ട്രൂ, ഫോൾസ്, ഫോൾസ്, ട്രൂ, ഫോൾസ്, ട്രൂ, ഫോൾസ്, ട്രൂ. പി ആൻഡ് ക്യൂ ആയി കഴിഞ്ഞു. പി ആൻഡ് ക്യൂയുടെ നെഗേഷൻ ആയി കഴിഞ്ഞു. നെഗേഷൻ ആയി കഴിഞ്ഞു. ഇനി എനിക്ക് വേണ്ടത് നെഗേഷൻ പി. നെഗേഷൻ പി ഇതിന്റെ നേരെ നെഗേഷൻ. ഫോൾസ്, ഫോൾസ്, ട്രൂ, ട്രൂ. ട്രൂ ഇടുന്ന സ്ഥലത്തെല്ലാം ഫാൾസ്, ഫാൾസ് ഇടുന്ന സ്ഥലത്തെല്ലാം ട്രൂ. ഇനി നെഗേഷൻ ക്യൂ. നെഗേഷൻ ക്യൂ ഫോൾസ്, ട്രൂ, ഫോൾസ്, ട്രൂ. അത് കഴിഞ്ഞു. ഇനി ഓർ ആണ്. ഇവരെ രണ്ടുപേരെ ഓറിൽ കണക്ട് ചെയ്യണം. ഓറിൽ കണക്ട് ചെയ്യണം. നെഗേഷൻ പി ഓർ നെഗേഷൻ പി. ഓറിനെ പറ്റി നിങ്ങൾക്ക് അറിയാം. ഓർ എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഒരാളെങ്കിലും ട്രൂ ആയാൽ മതി, സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിക്കോളും. ആരെങ്കിലും ഒരാളെങ്കിലും ട്രൂ ആയാൽ മതി, സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിക്കോളും. ട്രൂ അല്ല, ട്രൂ അല്ല, അത് രണ്ടുപേരും ട്രൂ അല്ല, ഫോൾസ്. ഒരാള് ട്രൂ ആണ്, ട്രൂ. ഒരാള് ട്രൂ ആണ്, ട്രൂ. രണ്ടുപേരും ട്രൂ ആണ്, ട്രൂ. ഇനി രണ്ടുപേരുടെയും ട്രൂത്ത് ടേബിൾ നോക്കുക. രണ്ടുപേരുടെയും ട്രൂത്ത് ടേബിൾ നോക്കുക. നെഗേഷൻ ഓഫ് പി ഓർ ക്യൂവിന്റെ ട്രൂത്ത് ടേബിൾ നോക്കുക. നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂവിന്റെ ട്രൂത്ത് ടേബിൾ നോക്കുക. പി ആൻഡ് ക്യൂവിന്റെ നെഗേഷന്റെ ട്രൂത്ത് ടേബിൾ നോക്കുക. നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂവിന്റെ ട്രൂത്ത് ടേബിൾ നോക്കുക. രണ്ടും സെയിം ആണ്. രണ്ടും സെയിം ആണ്. രണ്ടും സെയിം ആണെങ്കിൽ രണ്ടുപേരും ലോജിക്കലി ഈക്വലന്റ് ആണ്. അത് മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. രണ്ടുപേരും ലോജിക്കലി ഈക്വലന്റ് ആണെന്ന് മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഡൺ, ഡൺ. ഇതാണ് അപ്പോ നമ്മുടെ ആദ്യത്തെ സെന്റൻഷ്യൽ കണക്റ്റീവിന്റെ നെഗേഷൻ. ആദ്യത്തെ സെന്റൻഷ്യൽ കണക്റ്റീവ്, അതായത് കൺജങ്ഷന്റെ നെഗേഷൻ ആണ് ഞാൻ ഇവിടെ ഇത് കാണിച്ചത്. നിങ്ങൾക്ക് ഓക്കെ ആണോ? ക്ലിയർ ആയോ? ക്ലിയർ ആയി സർ. ഇപ്പൊ ലോജിക്കലി ഒരു എന്താണ്, ഓക്കെ, അത് പറഞ്ഞത് അങ്ങോട്ട് അത്ര ക്ലിയർ ആയില്ല, അല്ലെങ്കിൽ ലോജിക്കലി അത്രയ്ക്ക് അങ്ങോട്ട് ഇതായില്ല എന്ന് തോന്നുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല സർ. ആര്യക്കോ? ഇല്ല സർ. പി ആൻഡ് ക്യൂ തെറ്റണമെങ്കിൽ പിഒ ക്യൂഒ തെറ്റണം. പിഒ ക്യൂഒ തെറ്റണം. അതാണ് നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ എന്ന് ഞാൻ പറഞ്ഞത്. നൗ അപ്പൊ നമ്മുടെ കൺജൻഷന്റെ എന്തായി? നെഗേഷൻ ആയി കഴിഞ്ഞു. ഇനി നമ്മുടെ ഡിസ്ജൻഷന്റെ നെഗേഷൻ. പി ഓർ ക്യൂ തെറ്റണം. പി ഓർ ക്യൂ. പി ഓർ ക്യൂ എന്നാണ് പറയുന്നത്. പി അല്ലെങ്കിൽ ക്യൂ, അതൊന്ന് തെറ്റണം. അതിനെന്ത് ചെയ്യണം? നിങ്ങളുടെ കൺക്ലൂഷൻസ് പറയാം. നിങ്ങളുടെ കൺക്ലൂഷൻസ് പറയാം. ആര്യക്ക് പറയാമോ? പി ഓർ ക്യൂ തെറ്റണമെങ്കിൽ? പിഒ ക്യൂ രണ്ടും തെറ്റണം. ഓക്കെ. അടുത്ത ദേവിയേക്കോ? ദേവിയുടെ പി ഓർ ക്യൂ അത് തെറ്റണം. പി ഓർ ക്യൂ അതാണ്, അത് തെറ്റണം. അപ്പൊ അതിന് ഞാൻ എന്ത് ചെയ്യണം? ദേവിക പറഞ്ഞു. അറിയില്ല സർ. ഓക്കെ, ശരി. അപ്പോ ഞാൻ പറയാണ്, നയൻ ഇസ് ഓഡ് ഓർ പ്രൈം. നയൻ ഇസ് ഓഡ് ഓർ പ്രൈം എന്ന് ഞാൻ പറയാണ്. അപ്പൊ അത് തെറ്റാണോ? അല്ല. തെറ്റല്ലേ? തെറ്റല്ല. കാരണം 9 ഓടാണ്, പക്ഷെ പ്രൈം അല്ല. 9 ഓടാണ്, പക്ഷെ പ്രൈം അല്ല. പക്ഷെ നമ്മൾ ഓർ സ്റ്റേറ്റ്മെന്റ് വെച്ച് ചെയ്തതുകൊണ്ട് അത് തെറ്റല്ല, അത് ട്രൂ ആണ്. അത് ട്രൂ ആണ്. ഇനി ഞാൻ പറയുകയാണ്, 9 ഈവൻ ഓർ പ്രൈം തെറ്റാണോ? ഈവൻ തെറ്റാണ്. കാരണം
9 ഈവനുമല്ല പ്രൈമുമല്ല. 9 ഈവനുമല്ല പ്രൈമുമല്ല. അതാണ് വിഷയം. 9 ഈവനുമല്ല പ്രൈമുമല്ല. അതായത് നിങ്ങൾ ഓർ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടുള്ള രണ്ടുപേരും തെറ്റിയപ്പോഴാണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് തെറ്റിയത്. നിങ്ങൾ ഓർ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടുള്ള രണ്ടുപേരും തെറ്റി. അതായത് നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ. നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ. അതാണ് കാര്യം. അതായത് ഓർ സ്റ്റേറ്റ്മെന്റ് തെറ്റണമെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെന്റിനെ നെഗേഷൻ ചെയ്തിട്ട് ആൻഡ് എടുക്കണം. രണ്ട് സ്റ്റേറ്റ്മെന്റിനെ നെഗേഷൻ ചെയ്തിട്ട് ആൻഡ് എടുക്കണം. അപ്പോഴാണ് ഓർ സ്റ്റേറ്റ്മെന്റ് തെറ്റുന്നത്. സിമ്പിൾ ലോജിക്കാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതായത് നിങ്ങളുടെ ഓർ സ്റ്റേറ്റ്മെന്റ് പി ഓർ ക്യൂ തെറ്റണമെങ്കിൽ പിയും തെറ്റണം ക്യൂവും തെറ്റണം. ആൻഡിനെ പോലെ അല്ല, ആരെങ്കിലും ഒരാൾ തെറ്റിയാൽ പോരാ. അതാണ് നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ എന്ന് ഞാൻ അവിടെ എടുത്തത്. ഇവിടെ അങ്ങനെയല്ല. പി ഓർ ക്യൂ തെറ്റണമെങ്കിൽ പിയും തെറ്റണം ക്യൂവും തെറ്റണം. ആരെങ്കിലും ഒരാളെങ്കിലും ശരിയാണെങ്കിൽ ഓർ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയി മാറും. അത് ഈ പിടിച്ച് ഓർ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയി മാറും. ഡൺ. നമുക്ക് ട്രൂത്ത് ടേബിളിലേക്ക് പോവാം. നമ്മളിപ്പോ എല്ലാം വെരിഫൈ ചെയ്യുന്ന ട്രൂത്ത് ടേബിൾ വെച്ചിട്ടാണ്. ട്രൂത്ത് ടേബിളിലേക്ക് പോവാം. എഗെയിൻ പി, എഗെയിൻ ക്യൂ. The same pattern follows. True, 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 false, false, true, false, false. ഞാന് ഇവിടെ തന്നെ നെഗേഷൻ പിയും നെഗേഷൻ ക്യൂവും കൂടെ ചെയ്ത് വെക്കാം. നെഗേഷൻ പി ഇസ് ഇതാ ഇവിടെ ട്രൂ ആണ്. അപ്പൊ ഇത് ഫോൾസ് ആണ്, ഫോൾസ് ആണ്, ട്രൂ, ട്രൂ. അടുത്ത നെഗേഷൻ ക്യൂ. ക്യൂവിന്റെ നേരെ ഓപ്പോസിറ്റ് ട്രൂ ഫോൾസ് ആയി, ഫോൾസ് ട്രൂ ആയി, ട്രൂ ഫോൾസ് ആയി, ഫോൾസ് ട്രൂ ആയി. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? പി ഓർ ക്യൂ ആരെങ്കിലും ഒരാളെങ്കിലും ട്രൂ ആയാൽ മതി. ഇവിടെ രണ്ടുപേരും ട്രൂ ആണ്. പി ഓർ ക്യൂ എടുക്കുകയാണ്. പി ഓർ ക്യൂ രണ്ടുപേരും ട്രൂ ആയി. ട്രൂ, ട്രൂ ഫോൾസ് ഒരാളെങ്കിലും ട്രൂ ആയല്ലോ. ട്രൂ ഫോൾസ് ട്രൂ ഒരാളെങ്കിലും ട്രൂ ആയല്ലോ. ട്രൂ ഫോൾസ് ഫോൾസ് രണ്ടുപേരും ഫോൾസ് ആയി. ഒരു നിവർത്തിയില്ല, ഫോൾസ് ആക്കിയേ പറ്റത്തുള്ളൂ. നൗ ഗോയിങ് ഫോർ നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ. നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ. പി ഓർ ക്യൂവിന്റെ നേരെ ഓപ്പോസിറ്റ് എഴുതണം. ഇത് ട്രൂ ആണ്, ഫോൾസ്, എഗെയിൻ ട്രൂ, ഫോൾസ്, എഗെയിൻ ട്രൂ, ഫോൾസ്, ഫോൾസ്, സോ ട്രൂ. ഇനി നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ. നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ. നെഗേഷൻ ആണ്, നെഗേഷന്റെ ആൻഡ് ആണ് എടുക്കാനുള്ളത്. ആൻഡ് ആണെങ്കിൽ രണ്ടുപേരും ട്രൂ ആവണം. നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ഇതാ നോക്കുക. രണ്ടുപേരും ഫോൾസ് ആണ്, അതുകൊണ്ട് ഫോൾസ്. ഒരാൾ ഫോൾസ് ആയി, ഫോൾസ്. ഒരാൾ ഫോൾസ് ആയി, ഫോൾസ്. രണ്ടുപേരും ട്രൂ ആയി, ട്രൂ. നിങ്ങൾക്ക് ഇപ്പൊ കാണാം ഫോൾസ് 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 ട്രൂ, ഫോൾസ് 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 ട്രൂ. ഡൺ. ലോജിക്കലി ഈക്വലന്റ്. രണ്ടുപേരും ലോജിക്കലി ഈക്വലന്റ് തന്നെയാണ്, നോ ഡൗട്ട്. അപ്പൊ ഇതാണ് പി ഓർ ക്യൂവിന്റെ നെഗേഷൻ. പി ഓർ ക്യൂവിന്റെ നെഗേഷൻ മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ഇല്ലല്ലോ. ഓക്കെ, നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അതായത് നിങ്ങൾ ആ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായി, ഒരു പ്രതിബന്ധവും ഇല്ല. അതായത് വെറുതെ ഞാൻ ഈ എഴുതി വെച്ചേക്കുന്നത് അതേപോലെ മനസ്സിലാക്കുക അല്ലാതെ നിങ്ങളുടെ മൈൻഡിൽ ഇതൊക്കെ ഓടുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഡൺ. അപ്പോ ഞാൻ പി ഓർ ക്യൂവിനെ നെഗേറ്റ് ചെയ്തു. പി ഓർ ക്യൂവിനെ ഞാൻ നെഗേറ്റ് ചെയ്തു. ആൻഡ് ഫൈനലി ഐ ആം ഗോയിങ് ടു നെഗേറ്റ് യുവർ ഇംപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇംപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് നെഗേറ്റ് ചെയ്യാൻ പോകും. ഓക്കെ. ഇംപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് തെറ്റുന്നത് ഒരേ ഒരു തവണയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇംപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റും സെക്കൻഡും ട്രൂ ആയാലും ട്രൂ ആണ്. ആദ്യത്തെ ആൾ ഫോൾസ്, രണ്ടാമത്തെ ആൾ ട്രൂ ആയാലും ട്രൂ ആണ്. രണ്ടുപേരും ഫോൾസ് ആയാലും ട്രൂ ആണ്. നെഗേഷൻ തെറ്റുന്നത് ഒരേ ഒരു തവണയാണ്. എപ്പോഴാണ് നെഗേഷൻ തെറ്റുന്നത് ഒന്ന് പറയാമോ? ആദ്യം ട്രൂവും രണ്ടാമത് ഫോൾസും. ആദ്യം ട്രൂവും രണ്ടാമത് ഫോൾസും നോക്കുമ്പോൾ, അതായത് ആദ്യം ട്രൂ എന്ന് പറയുമ്പോൾ അയാളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആദ്യം ട്രൂവും രണ്ടാമത് ഫോൾസും. ആദ്യം ട്രൂവും രണ്ടാമത് ഫോൾസും. അതായത് പി ട്രൂ ആൻഡ് ക്യൂ ഫോൾസ്. പി ട്രൂ ആൻഡ് ക്യൂ ഫോൾസ്. പി ട്രൂ ആൻഡ് ക്യൂ ഫോൾസ്. വളരെ വ്യക്തമാണ്. ആ ട്രൂത്ത് ടേബിളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്.
അത് ട്രൂത്ത് ടേബിളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇംപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് തെറ്റുന്ന ഒരേ ഒരു സമയം മാത്രം. ഇംപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് തെറ്റുന്നത് ഒരേ ഒരു സമയം മാത്രമാണ്. ആദ്യത്തെ ആൾ ട്രൂവും രണ്ടാമത്തെ ആൾ ഫാൾസും. അത് തന്നെയാണ് ഞാൻ എഴുതിയത്. ആദ്യത്തെ ആൾ ട്രൂ ആൻഡ് രണ്ടാമത്തെ ആൾ ഫാൾസ്. വി വിൽ കൺഫേം ദിസ് യൂസിങ് ട്രൂത്ത് ടേബിൾ. Therefore, ഞാൻ അവിടെ പി ക്യൂ വരച്ചു. സെയിം പാറ്റേൺ, ട്രൂ ട്രൂ, ട്രൂ ഫാൾസ്, ഫാൾസ് ട്രൂ, ഫാൾസ് ഫാൾസ്. എനിക്ക് ഇവിടെ മൊത്തത്തിൽ വേണ്ട നെഗേഷൻ ഓഫ് ക്യൂ മാത്രമാണ്. അതുകൊണ്ട് നെഗേഷൻ ഓഫ് ക്യൂ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. എനിക്ക് നെഗേഷൻ ഓഫ് പിയുടെ ആവശ്യമൊന്നും ഇല്ല ഇവിടെ, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ഇതിന്റെയൊക്കെ നെഗേഷൻ ഫാൾസ് ട്രൂ ഫാൾസ് ട്രൂ. ഇനി നമുക്ക് വേണ്ടത് പി ഇംപ്ലൈ ക്യൂ, പി ഇംപ്ലൈ ക്യൂ, പി ഇംപ്ലൈ ക്യൂ, പി ഇംപ്ലൈ ക്യൂ. ട്രൂ ഇംപ്ലൈ ട്രൂ ഇസ് ട്രൂ, ട്രൂ ഇംപ്ലൈസ് ഫാൾസ് ഇസ് ഫാൾസ്, ട്രൂ ഫാൾസ് ഇംപ്ലൈസ് ട്രൂ ഇസ് ട്രൂ, ഫാൾസ് ഇംപ്ലൈസ് ഫാൾസ് ഇസ് ട്രൂ. അടുത്ത നെഗേഷൻ ഓഫ് പി ഇംപ്ലൈ ക്യൂ, നെഗേഷൻ ഓഫ് പി ഇംപ്ലൈ ക്യൂ. പി ഇംപ്ലൈ ക്യൂന്റെ നെഗേഷൻ ട്രൂ ഫാൾസ് ഫാൾസ് ട്രൂ ഫാൾസ് ഫാൾസ്. കഴിഞ്ഞു. And finally, we will move to P and negation Q. P and negation Q. P യുടെ negation Q ന്റെ and ആണ്. ഇവരുടെ രണ്ടുപേരുടെ and. True, false. True, false. It is going to be false. True, true. True. False, false. False. False, true. False. രണ്ടുപേരുടെയും ട്രൂത്ത് ടേബിൾ നോക്കിക്കോളാം. ഫാൾസ് ഫാൾസ്, ട്രൂ ട്രൂ, ഫാൾസ് ഫാൾസ്, ഫാൾസ് ഫാൾസ്. ഡൺ. രണ്ടുപേരും ലോജിക്കലി ഈക്വലന്റ് ആണ്. രണ്ടുപേരും ലോജിക്കലി ഈക്വലന്റ് ആണ്. അതായത് പി ഇംപ്ലൈ ക്യൂവിന്റെ നെഗേഷൻ എന്ന് പറയുന്നത് പി ആൻഡ് നെഗേഷൻ ക്യൂ ആണ്. പി ആൻഡ് നെഗേഷൻ ക്യൂ ആണ്. ഓക്കെ ഡൺ. ഓക്കെ ഡൺ. എല്ലാരും നെഗേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഇത്തവണ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഇവിടെ ചെയ്തത് എന്താണെന്ന് വെച്ചാല്, നമുക്ക് തന്നിട്ടുള്ള സെന്റൻഷ്യൽ കണക്റ്റീവ്സിനെ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഓപ്പറേഷനിലേക്ക് വിധേയമാക്കുകയാണ്. ഓപ്പറേഷനിലേക്ക് അല്ലെങ്കിൽ മിക്സിങ്ങിലേക്ക് വിധേയമാക്കുകയാണ്. അതായത് പി ആൻഡ് ക്യൂവും ക്യൂ ആൻഡ് പിയും സെയിം ആണ്, പി ഓർ ക്യൂവും ക്യൂ ഓർ പിയും സെയിം ആണ്. പക്ഷെ അതല്ല പി ഇംപ്ലൈ ക്യൂവിന്റെയും ക്യൂ ഇംപ്ലൈ പിയുടെ അവസ്ഥ. പക്ഷെ പി ഇംപ്ലൈ ക്യൂവിന് സെയിം ആയ ഒരാളെ കൂടെ ഞാൻ അവിടെ തന്നു. അതിനെ ലോജിക്കലി ഈക്വലന്റ് ആണെന്ന് ട്രൂത്ത് ടേബിൾ വെച്ച് ഞാൻ കാണിച്ചു. ഡൺ. ഇനി അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ സെന്റൻഷ്യൽ കണക്റ്റീവുകളെ നെഗേറ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. സെന്റൻഷ്യൽ കണക്റ്റീവുകളെ നെഗേറ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. ഇവിടെ നിങ്ങൾ ആൻഡ് നോക്കുകയാണെങ്കിൽ അകത്തേക്ക് നെഗേഷൻ സിമ്പൽ ഒക്കെ എടുക്കുമ്പോൾ ആൻഡ് ഓർ ആയി മാറും. അതായത് മൈനസിന് അകത്തേക്ക് എടുക്കുമ്പോൾ പ്ലസ് മൈനസ് ആയി മാറും എന്നൊക്കെ പറയുന്ന പോലെ, മൈനസ് പ്ലസും പ്ലസ് മൈനസും ആയി മാറും എന്നൊക്കെ പറയുന്ന പോലെ ചിന്തിച്ചാൽ മതി. നെഗേഷനെ ആൻഡിലേക്ക് എടുക്കുമ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ് നെഗേഷൻ ആവും, ഇടയിൽ ആൻഡ് ഓർ ആയി മാറും. But the similar case happens in or as well. നെഗേഷൻ അകത്തേക്ക് എടുക്കുമ്പോൾ ഓർ ആൻഡ് ആയി മാറും. പക്ഷെ അങ്ങനെയൊന്നും പഠിച്ചാൽ എന്താ കിട്ടില്ല, നമ്മുടെ ഇംപ്ലിക്കേഷൻ കിട്ടില്ല. ഇംപ്ലിക്കേഷന് വേറൊരു രീതിയാണ്. നെഗേഷൻ പി ഇംപ്ലൈ നെഗേഷൻ ക്യൂ ഇസ് ഈക്വൽ ടു പി ആൻഡ് നെഗേഷൻ. നെഗേഷൻ ഓഫ് ഇംപ്ലിക്കേഷൻ പി ആൻഡ് നെഗേഷൻ. ഡൺ. ഓക്കെ. അതായത് ഞാൻ പറയാണ്, ഇഫ് n is an integer then 2n is even എന്ന് ഞാൻ പറയുകയാണെന്ന് ചോദിച്ചാൽ, n is an integer, if n is an integer, if n is an integer then 2n is n is an integer then 2n is even എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അതിന്റെ നെഗേഷൻ എന്ന് പറയുന്നത് പി അതേപോലെ എഴുതണം. n is an integer, n is an integer, എന്നിട്ട് ക്യൂവിനെ നെഗേറ്റ് ചെയ്യണം. 2n is even ആൻഡ് ഇടണം, ആൻഡ് 2n is odd. n is an integer ആൻഡ് 2n is odd. രണ്ടും കൂടെ നടക്കൂല, നെഗേറ്റ് ചെയ്ത് കഴിഞ്ഞു. n is an integer ആൻഡ് 2n is odd. കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ രണ്ടുപേർക്കും? ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ. ശരി, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇനി പൂജ
പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്ലാസ്. ഓക്കെ.